അതാ ആ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ. സ്കൂളിൽ നിന്ന് മിഥുൻ്റെ മൃതദേഹം മിഥുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മീഡിയ വൺ സ്ക്രീനിൽ കാണുന്നത്. മുന്നിൽ പോലീസിൻ്റെ എസ്കോർട്ട് വാഹനമുണ്ട്, പിറകിൽ ആംബുലൻസ് ഉണ്ട്. അതിനകത്താണ് മിഥുൻ്റെ അന്ത്യയാത്ര. ചേവലക്കരയിലെ ഇടുങ്ങിയ വീട്ടിനുള്ളിലേക്ക് കേരളത്തിൻ്റെ മുഴുവൻ കണ്ണുകൾ കേന്ദ്രീകരിക്കുന്ന നിമിഷങ്ങളാണ്. അണ്ണ കേരള ഒരിക്കലും മറക്കാത്ത ഈ നാടിൻ്റെ ഒരു നൊമ്പരമായി മാറുകയാണ് എന്നത്. ഒരു പക്ഷേ ഒരിക്കലും ഇങ്ങനെയൊരു ആകസ്മികമായ വിയോഗം ഉണ്ടാകും എന്നവർ പ്രതീക്ഷിച്ചതേയല്ല. പക്ഷേ അതുണ്ടായിരിക്കുന്നു. അത് താങ്ങാനാവുന്നതിനും അപ്പുറമാണ് ഇവർക്കൊക്കെ. അതാണ് ഓരോ കരച്ചിലിലും ഓരോ നിലവിളിയിലും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആംബുലൻസ് അവൻ്റെ വീടിന് തൊട്ടടുത്ത ചെറിയ റോഡിൽ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ്റെ ഭൗതിക ശരീരവുമായി നേരെ എത്താൻ പോകുന്നത് അവൻ്റെ വീട്ടിലേക്കാണ്. അവൻ കളിച്ചു വളർന്ന വീട്ടിലേക്കാണ്. കൊച്ചനുജനുമൊത്ത് അടികൂടിയിരുന്ന വീട്ടിലേക്കാണ്. അമ്മയോട് സ്നേഹവും കലഹവും ഒക്കെ പങ്കുവച്ചിരുന്ന ആ വീട്ടിലേക്കാണ് അവനെ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇനി അവൻ്റെ ബഹളങ്ങൾ, അവൻ്റെ കരച്ചിലുകൾ, അവൻ്റെ കലഹങ്ങൾ, അവൻ്റെ സ്നേഹപ്രകടനങ്ങൾ ഒന്നും ഇനി ഈ വീട്ടിൽ, ഈ നാട്ടിൽ ബാക്കിയുണ്ടാവില്ല. ഇന്നത്തോടെ അത് എരിതീയിൽ എരിഞ്ഞടങ്ങും എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അല്പസമയത്തിനകം വീടിനോട് ചേർന്ന ഭാഗത്ത് തന്നെ അത് ഉണ്ടാകും എന്നുള്ളതാണ് ആർക്കും സഹിക്കാൻ കഴിയാത്ത ആ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ യാഥാർത്ഥ്യത്തിലേക്ക് അവൻ്റെ ജീവിതം അവസാനിക്കുന്നതിലേക്ക് ഇത് എത്തുകയാണ്. സൈഫ്, ആ വീട് കാത്തിരിക്കുന്ന 2 പേരിൽ ഒരാൾ ആ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. മിഥുൻ്റെ ചേതനയറ്റ ശരീരമാണ്, മൃതദേഹമാണ് ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആംബുലൻസിൽ നിന്നും മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കമുള്ള പ്രമുഖരൊക്കെ ആംബുലൻസിനൊപ്പം ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആംബുലൻസിൽ നിന്ന് ഇറക്കിയതിന് ശേഷം വീട്ടിലേക്ക് കയറ്റി വെക്കണം. മൃതദേഹം വീടിനകത്താണോ പുറത്താണോ വെക്കുന്നത് എന്നീ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പില്ല. കാരണം ഇടുങ്ങിയ റൂമുകളുള്ള, ഇടുങ്ങിയ മുറികളുള്ള ഒരു ചെറിയ വീടാണത്. ആ വീടിനകത്തേക്കൊരു പക്ഷേ മൃതദേഹം കയറ്റാൻ കഴിയുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. വിജിൻ കേൾക്കാമെങ്കിൽ ഈ വീട്ടിൽ എത്ര സമയം ഒരു പൊതുദർശനം എന്ന നിലയ്ക്കുണ്ടാകും? എത്ര മണിക്കാണ് ഇപ്പോൾ സംസ്കാരം തീരുമാനിച്ചിട്ടുള്ളത്? സൈഫുദ്ദീൻ, എന്തായാലും 4 മണിയോടുകൂടി തന്നെ ഇവിടുത്തെ പൊതുദർശനം അവസാനിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ ഭൗതിക ശരീരം, മൃതദേഹം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അമ്മ വരുന്ന കാഴ്ചയാണ് ഇനി നമുക്കൊക്കെ സഹിക്കാൻ പറ്റാത്ത വിതുമ്പുന്ന കാഴ്ചയെ അത് മാറാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ഏകദേശം 2 മണിയോടെ ആയിരിക്കും അമ്മ ഇങ്ങോട്ട് എത്തുക. അമ്മ എത്തുന്ന ഇതിനു ശേഷം ഇവിടെയുള്ള ഇത്രയും ആളുകളുണ്ട്, കുറച്ച് കൂടുതൽ ആളുകൾ, ഒരുപക്ഷെ നാട്ടുകാരോ മറ്റാരോ പ്രതീക്ഷിക്കാത്തതിനും അപ്പുറം ഉള്ള കാഴ്ചയാണ് ഇവിടെ ആളുകൾ തങ്ങി നിൽക്കുന്നത് കാണാൻ കഴിയുന്നത്. മൃതദേഹം ഇവിടെ വലിയ കരച്ചിലും
ബഹളവും ഒക്കെയാണ് കേൾക്കുന്നത്. അവന്റെ ശരീരം അവസാനമായി, ചേതനയേറ്റ ശരീരം അവസാനമായി ഇതാ അവൻ കളിച്ചു പറന്ന വീട്ടിലേക്ക് എത്തുകയാണ് ശ്രീ. കവർ ചെയ്ത് പിടിച്ചോ. ഇങ്ങോട്ട് വരാം. അങ്ങ് അതിനിടയ്ക്കിട്ട് അങ്ങനെ കയറാനാ? അത് വിട്ടേക്ക്, അതങ്ങ് വിട്ടേക്ക്, അതങ്ങ് വിട്ടേക്ക്. നല്ല തിരക്കാ. ചാനലില് ക്ലിയർ ചെയ്ത് വിടാം. മിഥുന്റെ മൃതദേഹം വീട്ടിൽ എത്തിച്ചിരിക്കുന്നു. വീടിന് പുറത്താണ് ഇപ്പോൾ മൃതദേഹം വെച്ചത്. അവിടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും അയൽവാസികൾക്കും ഒക്കെ അവസാനമായി ഒരു നോക്കു കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യമാണ് ഇപ്പോൾ അവിടെ ഒരുക്കിയിട്ടുള്ളത്. 4 മണിവരെയാണ് വീട്ടിൽ പൊതുദർശനമുള്ളത്. അമ്മ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം മൃതദേഹം വയ്ക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. ഇപ്പോൾ ആ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നു. വിജിൻ കേൾക്കാമെങ്കിൽ മൃതദേഹം വീട്ടിനകത്തേക്ക് കയറ്റുമോ അതോ പുറത്താണോ വെക്കുന്നത്? വീട്ടിന് അകത്തേക്ക് കയറ്റുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. വളരെ ഒരുപക്ഷെ അവന്റെ അവസാനമായി അവൻ ആ വീട് ഒന്ന് കാണിച്ചു നൽകാനായി ചിലപ്പോൾ അകത്തേക്ക് കയറ്റിയാലായി. ഈ പുറത്ത് ഇപ്പോൾ വെച്ചിരിക്കുകയാണ് ഭൗതിക ശരീരം. എന്തായാലും അല്പസമയത്തിനകം അതിന് കൊണ്ടുവന്ന ഫിറോസിൽ നിന്ന് സജ്ജീകരിച്ച ക്കൊണ്ടിരിക്കുന്നു. മിഥുന്റെ ഭൗതികദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചിരിക്കുന്നു.